ഹായ്. നമ്മളൊക്കെ തന്നെയും പല സമയത്തും പലതരം ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. പലപ്പോഴും സന്തോഷകരമായൊരു ജീവിതം ആഗ്രഹിക്കുന്ന നമ്മൾ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ ജീവിതം ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. എന്താണിതിന് കാരണം? അനുഭവങ്ങൾ ഗുരു എന്നാണല്ലോ ചൊല്ല്. അനുഭവം എന്ന പാഠത്തിലൂടെ ജീവിതവും മരണവും എന്ന രണ്ട് ആഗ്രഹങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓർക്കാതെ പലരിൽ നിന്നായി ഏൽക്കേണ്ടി വരുന്ന അനുഭവങ്ങളാണ് ഇതിനു പിന്നിൽ. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മെ വേദനിപ്പിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. എന്നാൽ നാം സ്നേഹിക്കുന്നവരാൽ നമ്മൾ ഏൽക്കുന്ന മുറിവിൻ്റെ ആഴം അതിന് കണക്കുകളില്ല. എത്രത്തോളം ഒരു മനുഷ്യനിൽ നമ്മൾ അഡിക്റ്റഡായോ അതിനനുസരിച്ച് വേദനയുടെ കാഠിന്യം കൂടിയും കുറഞ്ഞും ഇരിക്കും. വാശിയെയും പ്രശ്നത്തെയും സ്നേഹം കൊണ്ട് കീഴടക്കിയവരാണ് വിജയികൾ. പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും തളർന്നു പോകാതെ മുന്നോട്ട് ചലിക്കാൻ കഴിയണം. ആഗ്രഹിച്ചിട്ടുള്ളതിനെ, അതിനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതിനെ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനൊക്കെയും തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരുടെ പിന്തുണ ആവശ്യമാണ്. അവരുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ, അവരുടെ തള്ളിത്തരലുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് മൂവ് ഓൺ ആകും. എത്രയും പെട്ടെന്ന് വിജയമെന്ന ഉയരങ്ങളിൽ എത്തിച്ചേരാനും കീഴടക്കാനും അവിടത്തിൽ തുടരാനും സാധിക്കും. എന്നാൽ ഇന്ന് അധികവും അവരവർക്ക് വേണ്ടി മാത്രം ഒരുങ്ങുന്നവരുമായി മാറിയവരാണ് അധിക ആളുകളും. ഒരു സമയത്ത് അവരായിരുന്നു നമുക്കെല്ലാം. ഇന്നവർ തനിക്ക് ആരുമില്ല അല്ലെങ്കിൽ ആരുമല്ല എന്ന സത്യങ്ങൾ അവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്ക്, സന്തോഷകരമായ ജീവിതത്തിലേക്കോ അവരെയോ അവരുടെ സപ്പോർട്ടിനെയോ പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് എന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളാണ് നമ്മെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്നത്. ഒരു ചെറിയ നെഗറ്റീവ് പ്രശ്നം ലൈഫിൽ വന്നിട്ട് അത് പരിഹരിക്കാതെ, അതിലുണ്ടായ മുറിവ് മായ്ക്കാതെ ഉണക്കാതെ വീണ്ടും ജീവിക്കുമ്പോൾ അടുത്ത പ്രശ്നം ആദ്യത്തേതിലും ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ നെഗറ്റീവ് ഫലം വളരെ വലുതായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രശ്നത്തിൻ്റെ മുറിവിന്മേലാണ് രണ്ടാമത്തെ പ്രശ്നം കൂടി വന്നത്. രണ്ടും കൂടിയാകുമ്പോൾ ദുരന്തം കൂടുക തന്നെ ചെയ്യും. ഈ സമയത്ത് ജീവിതം തുടരാൻ ആഗ്രഹിക്കാത്തവരാണ് മനുഷ്യർ. ജീവിതം മതി എന്ന് തോന്നും, മടുത്തെന്ന് വരും. പ്രതീക്ഷയറ്റു കഴിഞ്ഞാൽ ഒരു മടങ്ങിപ്പോക്ക് തീർത്തും അസാധ്യമാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പരിഹാരക്രിയ ചെയ്യുക. ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി, സോറി പറയേണ്ടിടത്ത് സോറി പറഞ്ഞും അഭിനന്ദിക്കേണ്ടിടത്ത് അഭിനന്ദിച്ചും, അങ്ങനെ ഒരു പ്രശ്നം നടന്നതായി തന്നെ തോന്നാത്ത രൂപത്തിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക. സ്നേഹം കൊണ്ട് കീഴടക്കി, മൗനം കൊണ്ട് വാചാലമാക്കുക, ചേർത്ത് പിടിച്ച് ഒപ്പം കൂട്ടി മുന്നോട്ട് നടത്തിക്കുക. എന്നാൽ ഒരിക്കലും ജീവിതം മടുക്കുകയോ വെറുക്കുകയോ ഇല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാതിരുന്നാൽ, കൂടുതൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതാണ് ജീവിതമടുപ്പ്. ഇനിയും അവരിൽ നിന്നും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ഒരു മണ്ടത്തരമായി തോന്നുകയാണ് അവർക്ക്. അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉള്ളവരായാണ് അവർ പടിയിറങ്ങിയത്. അതുകൊണ്ടാണ് മടങ്ങിവരവ് ഉണ്ടാവാത്തതും. എന്തിനേയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ നോക്കൂ. വിജയം ഉറപ്പിക്കാം. ബൈ മോട്ടിവേഷൻ മലയാളം.